ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് 4-ാമത്തെ വീഡിയോ ആണ്. ഈശോ തൻ്റെ 12 അപ്പസ്തോലന്മാരെക്കുറിച്ച് സഭയ്ക്ക് പറഞ്ഞു തന്ന വിവരണങ്ങളാണ്. ഇന്ന് യോഹന്നാൻ 21-25 വചനപ്രകാരമാണ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. യൂദാസ്കറിയാത്തെക്കുറിച്ചാണ് നാം ഇന്ന് കാണുന്നത്. യൂദാസ്കറിയാത്ത സ്കറിയാത്തിൽ നിന്നുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് യൂദാസ്കറിയാത്ത എന്ന പേര് ലഭിച്ചത്. ഫരിസേയനാകാൻ വേണ്ടി ദേവാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ടാണ് യൂദാസിനെ യഹൂദ പ്രമാണികൾ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. യൂദാസിൻ്റെ ആത്മാവ് നശിച്ചു പോയെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ അന്ന് ഈശോ പറഞ്ഞു കൊടുത്തതാണ്. യോഹന്നാൻ 17:12 വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടില്ല. അന്ന് ഈശോ പറഞ്ഞു പഠിപ്പിച്ച കാര്യം ഇന്ന് വീണ്ടും സഭയ്ക്ക് പറഞ്ഞു തരുന്നു. യൂദാസിൻ്റെ ആത്മാവ് നശിച്ചു. അതുകൊണ്ട് നാം ഈശോയോട് ചേർന്ന് ജീവിക്കാൻ പറയുന്നു. എന്തുകൊണ്ടാണ് യൂദാസിൻ്റെ ആത്മാവ് നശിച്ചു എന്ന് പലരും ചോദിക്കുന്നു. അതിന് ഉത്തരം ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരാത്മാവിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള അധികാരം ആത്മാവിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽ കൈവയ്ക്കാൻ ആർക്കും അധികാരമില്ല. ഈശോയ്ക്ക് യൂദാസിൻ്റെ ആത്മാവിൻ്റെ മേൽ അവകാശമില്ലായിരുന്നു. യൂദാസ് തന്നെ തിന്മ തിരഞ്ഞെടുത്തു. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അതിൽ തിന്മ തിരഞ്ഞെടുത്തു യൂദാസ്. അങ്ങനെ യൂദാസിൻ്റെ ആത്മാവ് നരകത്തിലാണെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. സഭയെ പഠിപ്പിക്കുന്നു ഈശോ. പിന്നെ മത്തിയാസ് വളരെ ജ്ഞാനിയായിരുന്നു. ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ വന്ന് ആരാധിച്ച 12 ആട്ടിടയന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഈശോയുടെ 72 ശിഷ്യന്മാരിൽ ഒരാളായി തീർന്നു. പിന്നീട് ആ മത്തിയാസിനെ കുറിയിട്ട് യൂദാസിന് പകരം തിരഞ്ഞെടുത്തതായി നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്നുണ്ട്. ഇതെല്ലാം ഈശോ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും എല്ലാ ശിഷ്യന്മാരെക്കുറിച്ചും പൊതുവായിട്ടുള്ള ഒരു പഠനം നമുക്ക് ഈശോ പറഞ്ഞു തരുന്നു. യോഹന്നാൻ സ്ലീഹായിരുന്നു ഏറ്റവും ഇളയ ആൾ. ഏകദേശം 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ശിഷ്യന്മാരും, യൂദാസും ഈശോയെക്കാളും ഇളയതായിരുന്നു. ബാക്കി എല്ലാവരും ഈശോയെക്കാളും മൂത്തവരായിരുന്നു. ഈശോയുടെ പിതാവാകാൻ പ്രായമുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു കുഷ്ഠരോഗിയായ ശിമിയോനും ബർത്തലോമിയയും. പിന്നെ ഈശോയുടെ മൂത്ത ജ്യേഷ്ഠനാകാൻ പ്രായമുള്ള ആളായിരുന്നു പത്രോസ് സ്ലീഹായും ഫിലിപ്പോസും മത്തായി സ്ലീഹായും. ബാക്കിയുള്ളവരെല്ലാം ഈശോയെക്കാളും മൂത്തവരായിരുന്നു ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. തോമാസ് സ്ലീഹായി ഈശോയെക്കാളും മൂത്തതായിരുന്നു. പിന്നെ 9 ഗലീലിയക്കാരെയും 3 യൂദയക്കാരെയും ഈശോ തിരഞ്ഞെടുത്തു. 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പല തലത്തിലുള്ളവരായിരുന്നു ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. ഈശോ നമുക്ക് ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം, സഭ സ്വീകരിക്കണം. തെറ്റായ പഠനങ്ങൾ മാറിപ്പോകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അങ്ങനെ സഭയിൽ ഏക പഠനം വരണം. ഈശോയുടെ 2ാം വരവിനായി നാം ഒരുങ്ങണം. അതുകൊണ്ടാണ് ഈശോ നമുക്കിതെല്ലാം പറഞ്ഞു തന്നത്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.